പാണക്കാട് കുടുംബത്തിനെതിരെ തോന്നിയാസം പച്ചയ്ക്ക് ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിലെ പ്രവർത്തകന്മാരുണ്ട്, സമസ്തയിലെ തന്നെ പ്രവർത്തകന്മാരുണ്ട്. അവർ ഏത് രീതിയിലാണ് പെരുമാറാന്ന് പറയാൻ പറ്റില്ല. ക്ഷമിക്കുന്നതിന് വളരെ എന്താണ്, അതിന് വളരെ പരിധിയുണ്ട്. അത് സമസ്തയിലെ ഉസ്താദുമാർ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുസാവാറ അംഗങ്ങൾ പഠിക്കണം. ഷാഫി സാഹിബ്, നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെയൊന്നും ആവേശ പ്രസംഗം നടത്താൻ പാടില്ല. ഇന്റർവ്യൂകളിൽ പ്രസ്താവന നടത്താൻ പാടില്ല. നിങ്ങളൊരു നേതാവാണ്. നിങ്ങൾ ഏ രീതിയിൽ എണ്ണ വയ്ക്കുകയാണ്. അതെന്തുകൊണ്ട് നമ്മൾ നിങ്ങളോടൊക്കെ ഉണർത്തുന്നത് തന്നെ ഖേദകരാണ്. നമുക്ക് സങ്കടമുണ്ട്. തീർച്ചയായും സങ്കടമുണ്ടാവും യാസിറിന്. കാരണം ഉമർ ഫൈസിയെ വല്ലാതെ പതപ്പിക്കുകയും അദ്ദേഹത്തെ എണ്ണ തേച്ച് കുളിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ല യാസിർ എന്ന് പറയുന്നത്. കാരണം പലപ്പോഴായിട്ട് അദ്ദേഹവുമായി മുക്കം ഉമർ ഫൈസിയുമായി മുസാഫാത്ത് ചെയ്യുന്നതും അദ്ദേഹത്തെ സന്ദർശിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സുഖവിവരം അന്വേഷിക്കുകയും അദ്ദേഹത്തിന് വളരെയേറെ പൂർണ്ണ പിന്തുണ കൊടുക്കുകയും പാണക്കാട് സയ്യിദ് കുടുംബത്തെ എത്രമാത്രം അദ്ദേഹത്തിന് കിട്ടുന്ന സ്റ്റേജുകളിലും മാധ്യമപ്രവർത്തകരുടെ മുമ്പിലൊക്കെ അദ്ദേഹം പാണക്കാട് കുടുംബത്തെയും പാണക്കാട് സാധാത്യങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും അദ്ദേഹത്തിന് വളരെയേറെ പിന്തുണ കൊടുക്കുന്ന ഒരു വ്യക്തിയാണല്ല യാസിർ. അതുകൊണ്ട് തന്നെ ഷാഫി ചാലിയം മുക്കം ഉമർ ഫൈസിയെ കുറിച്ച് പറഞ്ഞതിൽ വല്ലാത്ത സങ്കടം താങ്കൾക്കുണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായി അറിയാം. യാസിർ ഒന്ന് മനസ്സിലാക്കണം, അണ പൊട്ടിയാൽ ചേരയും കിടിക്കും എന്നുള്ളൊരു പഴമൊഴിയുണ്ട്. എത്ര കാലമായി യാസിറെ ഈ പാണക്കാട് കുടുംബത്തെ, ഈ ഒരു മുക്കം ഫൈസി എന്ന് പറയുന്ന ഈ ഉസ്താദ് എത്ര കാലമായി കിട്ടുന്ന സ്റ്റേജുകളെല്ലാം ആ ഒരു കുടുംബത്തെ താറടിക്കുവാനും ഇകഴ്ത്തി കാട്ടുവാനും ശ്രമിക്കുക എന്നുള്ളത് ഈ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മുഷാവറ എന്ന് പറയുന്ന അംഗങ്ങളിൽ ഇദ്ദേഹം മാത്രമല്ല, സമസ്തയിൽ ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹം കെട്ടിപ്പടുത്തതല്ല സമസ്ത എന്ന് പറയുന്നത്. അതിന് ലീഗിനുള്ള പങ്ക് ചെറുതൊന്നല്ല. മഹാനായ അബ്ദുറഹ്മാൻ ബാഫിഖ് തങ്ങൾ മുതൽ പൂക്കോയ തങ്ങൾ മുതൽ അവിടുന്ന് ഇങ്ങോട്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ ഈ സമസ്തക്ക് കൂടെ നിന്ന ആളുകളാണ്. അതിൻ്റെ ഉയർച്ചക്കും അതിൻ്റെ താഴ്ചയിൽ അവരെ കൊണ്ട് ആവുന്നതെല്ലാം അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്ത കഠിനാധ്വാനം ചെയ്ത കുടുംബ അംഗങ്ങളാണ് അവർ ഓരോ ആളുകളും. അവരെയാണ് ഇപ്പം വന്ന് ഈ മുക്കം ഉമർ ഫൈസി എന്ന് പറയുന്ന നമ്മുടെ ഉസ്താദ്, അദ്ദേഹത്തിനുള്ള ആദരവും ബഹുമാനമൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അദ്ദേഹത്തെ ഒരിക്കലും ഇകഴ്ത്തി കാട്ടുകയോ അദ്ദേഹത്തെ ധിക്കരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു മുഷാവറ അംഗം എന്ന നിലക്ക് തന്നെ അദ്ദേഹത്തെ ആ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. യാസിർ പറഞ്ഞില്ലേ ലീഗിൻ്റെ പ്രവർത്തകർ വളരെ മോശമാണെന്നുള്ളത്. യാസിർ ഒന്ന് മനസ്സിലാക്കണം, ലീഗിൽ നിന്ന് പോയതാണ് കെ ടി ജലീൽ പാണക്കാട് കുടുംബത്തെയും സാദിഖ് അലി ശിഹാബ് തങ്ങളെയൊക്കെ വളരെയേറെ മോശമായി പറഞ്ഞിട്ട് പോലും ഒരു പിടി മണ്ണ് പോലും, ഒരു തരി മണ്ണ് പോലും ഇന്നും കെ ടി ജലീലിൻ്റെ ശരീരത്തിലേക്ക് ഒരു ലീഗ് പ്രവർത്തകനും എറിഞ്ഞിട്ടില്ല എന്നുള്ളത് യാസിർ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിന്നെ നിങ്ങളല്ല ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. ഞങ്ങൾക്ക് പാണക്കാട് കുടുംബം എന്ന് പറയുന്ന ഒരു നേതൃത്വമുണ്ട്. അവിടുത്തെ സയ്യിദ് പരമ്പര എന്ന് പറയുന്ന ഒരു നേതൃത്വം ലീഗിൻ്റെ അണികൾക്കുണ്ട്. നിങ്ങളെപ്പോലെ വാട്സപ്പിലൂടെ ബന്ദ് ആഹ്വാനം ചെയ്തിട്ട് സക്കാത്തിലൂടെ പിരിച്ചെടുത്ത പണം ഗവൺമെൻറ്റിലേക്ക് കിട്ടിയ പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ യാസിറ ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം പറയുന്നതിനനുസരിച്ച് മാത്രമേ ഞങ്ങൾ പ്രവർത്തിക്കുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും പണ്ഡിതന്മാരെ ആക്രമിക്കാനോ അവരെ വകവരുത്താനോ അവരെ ഏതെങ്കിലും യാത്രയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം ലീഗിൻ്റെ അണികൾക്ക് ഇന്നുമില്ല, പണ്ടുമില്ല, നാളെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം സമസ്ത എന്ന് പറയുന്നത് ലീഗുമായി അടുപ്പമുള്ള ഒരു സംഘടനയാണ്. കാരണം സമസ്തയും ലീഗും അത് ഒന്നാണ് എന്ന് പറയുന്ന മുഷാവറയിലെ ഒരുപാട് പണ്ഡിതന്മാർ ആ സമസ്തയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ഉമർ ഫൈസി എന്ന് പറയുന്ന ഈ മനുഷ്യന്, ഈ പാണക്കാട് കുടുംബത്തിനെയും സാദിഖ് അലി ശിഹാബ് തങ്ങളെയും എന്തുകൊണ്ട് മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു അറിവാണ് ലീഗ് അണികൾക്ക് ഷാഫി ചാലിയത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം അദ്ദേഹം CPM-ൻ്റെ ഏതൊരു സ്ഥാപനത്തിൽ, 2 സ്ഥാപനത്തിൽ അദ്ദേഹം അംഗമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം നിസ്കരിച്ചതും അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ പിണറായി വിജയനും ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തുന്നതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇപ്പം ഷാഫി ചാലിയം അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ ഇവിടുത്തെ കേരളത്തിലെ ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും അത് മനസ്സിലായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ എതിർക്കുന്നുണ്ട് എങ്കിൽ
അദ്ദേഹം ഒരിക്കലും ഒരു മുഷാവറ അംഗം എന്ന നിലക്കല്ല, അദ്ദേഹത്തെ ഒരു സഖാവായി കൊണ്ട് തന്നെയാണ് ലീഗിൻ്റെ ഓരോ അണികളും അദ്ദേഹത്തെ ആ രൂപത്തിൽ കാണുന്നു. എന്നിരുന്നാലും ലീഗിൻ്റെ അണികൾ ഇതേവരെ അദ്ദേഹത്തെ ഇകഴ്ത്തുവാനോ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുവാനോ മോശ വാക്കുകൊണ്ട് അദ്ദേഹത്തെ എന്താ പറയുക പരിക്കേൽപ്പിക്കുവാനോ ഇന്നവരെ ലീഗിൻ്റെ അണികളോ ലീഗിൻ്റെ നേതാക്കന്മാരോ ഇന്നവരെ തുനിഞ്ഞിട്ടില്ല എന്നുള്ള കാരണം ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ടാണ്. ഷാഫി ചാലിയം പറഞ്ഞതുപോലെ ലീഗിൻ്റെ നേതാക്കന്മാരായാലും ലീഗിൻ്റെ അണികളായാലും അത്രമാത്രം ക്ഷമിച്ചുകൊണ്ടാണ് തന്നെ. കാരണം സമസ്തയിലുള്ളത് കൊണ്ട് തന്നെ അവരുമായി ലീഗിനുള്ള ബന്ധം, ഞങ്ങളുടെ പൂർവികരായ സൂഫി വരന്മാർ അവരുമായുള്ള ബന്ധം, ആ ബന്ധം ഞങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. യാസിറെ, അത് നിനക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. കാരണം നിങ്ങളെ ലെവലും നിങ്ങളെ പ്രവർത്തനങ്ങളും ലീഗിൻ്റെ പ്രവർത്തനം രണ്ടും രണ്ടാണ് എന്നുള്ളത് യാസിർ ഒന്ന് മനസ്സിലാക്കണം. കാരണം ലീഗിൻ്റെ അണികൾ ആവേശം നോക്കുമ്പോൾ ആരെങ്കിലും കൈവിട്ടുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അതുപോലെ തന്നെ നിരപരാധികളായ ആളുകളെ കൊല്ലുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങളെ ആരെങ്കിലും മാന്തിയാൽ, ഞങ്ങളെ ആരെങ്കിലും ചൊറിഞ്ഞാൽ തിരിച്ചടിക്കൽ അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ പാർട്ടിയില്ല അല്ലെങ്കിൽ മറ്റൊന്നുമില്ല, അത് ആരാലും ചെയ്തു പോകും. തിരിച്ചടി എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തല്. നിങ്ങൾ സംഘം ചേർന്നിട്ടാണ് നിങ്ങൾ ഒരു നിരപരാധിയായ ആളുകളെ നിങ്ങൾ ആക്രമിച്ച ശേഷം നിങ്ങൾ കാടുകളിൽ പോയി ഒളിച്ചിരിക്കുകയും നിങ്ങളെ കുടുംബ അംഗങ്ങളെ അതിൻ്റെ പേരിൽ പോലീസ് വേട്ടയാടുന്ന കേരളത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ കേരളക്കാരെ കണ്ടതാണ്. പക്ഷേ ലീഗിൻ്റെ അണികൾക്ക്, ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ആ ഒരു ഗതികേട് വന്നിട്ടില്ലേ യാസറെ? നിങ്ങളെ നേതാക്കന്മാർ ജയിലറയിൽ ഉണ്ട് എങ്കിൽ ഞങ്ങളെ നേതാക്കന്മാർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല യാസറെ. അപ്പം അതുകൊണ്ട് തന്നെ നീ ലീഗിൻ്റെ അണികളെ വളരെ മോശമായി പിന്നെ പറയുമ്പോഴും നിന്റെ പാർട്ടിയും നിന്റെ അണികളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നീ ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായി? ഇവിടെ പാണക്കാട് സാദാത്യങ്ങൾക്ക് ഒരു വലിയൊരു ബഹുമാനവും ആദരവും കൊടുത്തിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ കേരളം എന്നുള്ളത്. പക്ഷേ അവരെ ജനമധ്യത്തിൽ താറടിച്ച് കാട്ടിയത് നിങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആർക്കും കുറ്റപ്പെടുത്താമില്ല. കാരണം അത്രമാത്രം നിങ്ങൾ ഈ സംസ്ഥാനത്ത് നിങ്ങൾ ഈ SDPI NDF എന്ന് പറയുന്ന സംഘടന രൂപം നൽകിയതിന് ശേഷമാണ് ആ പാണക്കാട് കുടുംബത്തെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരെ മോശമായി ജനമധ്യത്തിൽ താറടിക്കാൻ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ താറടിച്ചിട്ടുണ്ട്. മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നിങ്ങൾക്കറിയാം, ഞാനൊരു വെട്ടത്തുകാരനാണ്. എൻ്റെ നാട്ടിലെ CK കുഞ്ഞുഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അദ്ദേഹമായിരിക്കും തിരൂർ മണ്ഡലത്തിൻ്റെ ഒരു നേതാവ്, ഒരു MLA ആകുമെന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങളൊക്കെ. പക്ഷേ അള്ളാഹുവിൻ്റെ വെളിക്കുത്തരം നൽകിക്കൊണ്ട് ബാബരി മസ്ജിദിൻ്റെ ആ ഒരു മിനാരം തകർത്ത ആ ഒരു ദിവസം അദ്ദേഹം അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് അദ്ദേഹം പറഞ്ഞൊരു വസിയത്തുണ്ടായിരുന്നു. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നമസ്കരിക്കാൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു CK കുഞ്ഞുഹാജി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് തിരൂരിലെ മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം ലീഗിൻ്റെ സൗധം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ വെട്ടം ആലിശ്ശേരിയിൽ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു കെട്ടിടം അദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്നുള്ള മനസ്സിലാക്കണം. അത്രമാത്രം ഞങ്ങൾക്ക് തിരൂർക്കാർക്കും വെട്ടത്തുകാർക്കും അത്രമാത്രം സ്നേഹവും ഇഷ്ടമുണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു CK കുഞ്ഞുഹാജി എന്ന് പറയുന്നത്. ആ കുഞ്ഞുഹാജിയുടെ മയ്യത്ത് കാണാൻ വേണ്ടി പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് യാത്ര ചെയ്ത് കോട്ടക്കൽ അങ്ങാടിയിൽ എത്തിയപ്പോൾ യാസിറെ NDFൻ്റെ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കാറ് തടഞ്ഞു നിർത്തി. അദ്ദേഹത്തോട് കാറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ബാബരി മസ്ജിദ് പൊളിച്ച പ്രതിഷേധത്തിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഇനി ആവശ്യത്തിനാണ് തങ്ങൾ പോകുന്നത്. എന്താവശ്യമുണ്ടായാലും വേണ്ടില്ല, തിരിച്ചു പോകണം. തങ്ങളായാലും വേണ്ടില്ല, ഔലിയായാലും വേണ്ടില്ല, വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ ആരോടാണ് പറഞ്ഞത്? 10,000-കണക്കിന് കേരളത്തിലെ 10,000-കണക്കിന് മദ്രസകളുടെ അതിന് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യൻ,
അതുപോലെ തന്നെ 10,000-കണക്കിന് മസ്ജിദുകൾക്ക് തറയിടുകയും ആ മസ്ജിദ് ആ മസ്ജിദ് നിർമ്മിച്ചതിന് ശേഷം ആ മസ്ജിദിന് അസ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ആ പള്ളി ആ മസ്ജിദിനെ ഉദ്ഘാടനം ചെയ്ത് നാട്ടുകാർക്ക് തുറന്നു കൊടുത്തൊരു മനുഷ്യനാണ് അവിടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പള്ളിയില്ലേ എന്നുള്ളത്. ആരോടാ ചോദിക്കണത്? ആരാ ചോദിക്കണത്? നേരത്തിന് പള്ളിയിൽ പോവാത്ത അക്രമികളായ തൻ്റെ അണികളാണ് പറയുന്നത്. കഴിഞ്ഞില്ല. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പത്നി, ആ ബീവിയെ, അവരെ പോലും നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ല അല്ലേ? നിങ്ങളതൊന്നും മറന്നിട്ടില്ല യാസിറെ, ഞങ്ങളതൊന്നും മറന്നിട്ടില്ല യാസിറെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും, അദ്ദേഹത്തിൻ്റെ പത്നിയെ പോലും, ആ ബീവിയെ പോലും നിങ്ങൾ കേരളത്തിൻ്റെ മുഖത്ത്, കേരളക്കാരുടെ മുഖത്ത് നിങ്ങൾ ആ ബീവിയെ പോലും മോശമായി ചിത്രീകരിച്ച ആളുകളാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്? മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങൾ ജ്വല്ലറി ഉദ്ഘാടനത്തിനൊക്കെ പോയാൽ കിട്ടുന്ന സ്വർണങ്ങളൊക്കെ ആ ബീവി അണിഞ്ഞ് പവറെടുക്കുകയാണ് എന്നല്ല നിങ്ങൾ പറഞ്ഞത്. അത്രമാത്രം ആ കുടുംബത്തെയും അവിടുത്തെ ആ പത്നിയെയൊക്കെ മോശമാക്കിയ നീയാണോ ഞങ്ങളെ വന്നിട്ട് നേരാക്കാൻ നോക്കുന്നത്? യാസിറെ, കൂടുതലൊക്കെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അക്രമത്തെക്കുറിച്ചും നിങ്ങൾ ചെയ്യുന്ന നെറികേടുകളെക്കുറിച്ചും ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്താനുണ്ട്. സമയം ഒരുപാടായി. അതുകൊണ്ട് കൂടുതലൊന്നും യാസിറെ പറയിപ്പിക്കരുത്. നീ മുക്കം ഫൈസിയെ നീ സോപ്പ് തേച്ച് എണ്ണ തേച്ച് കുളിപ്പിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെ നന്നാക്കാൻ, ലീഗിൻ്റെ അണികളെ നന്നാക്കാൻ, ലീഗിൻ്റെ നേതാക്കന്മാരെ നേർവഴിയാക്കാൻ നീ തുനിഞ്ഞിട്ടില്ല. നീ അതിനൊന്നും വളർന്നിട്ടില്ല യാസിറെ.